നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒന്നാകെ നടുക്കിയ ഒരു തീപിടുത്തമായിരുന്നു പാപ്പനംകോട് ഉണ്ടായത്. ഇപ്പോഴിതാ ആ തീപിടുത്തത്തിൽ അതൊരു കൊലപാതകത്തിന്റെ തുടർക്കഥയായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം തന്നെ വന്നതാണ്. വളരെ പൂർണ്ണമായ രീതിയിൽ കത്തിക്കഴിഞ്ഞ ശരീരത്തിൽ നിന്ന് ആണാണോ അതോ പെണ്ണാണോ എന്ന് തിരിച്ചുപോലും അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ആ ഒരു മൃതശരീരങ്ങൾ ഒടുവിൽ ലഭിച്ചത്. ആദ്യം തിരിച്ചറിഞ്ഞത് 33 വയസ്സുകാരിയുടെ മൃതശരീരവും, എന്നാൽ പിന്നീട് ഇത് ആരാണ് എന്നുള്ളത് വ്യക്തത ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ രണ്ടാം ഭർത്താവ് ആയിരിക്കാം കാരണക്കാരൻ എന്ന തരത്തിലുള്ള വാർത്തകൾ അത്തരം ചുറ്റിപ്പറ്റി ഈ രണ്ടാം ഭർത്താവുമായി ബന്ധപ്പെട്ട ചുറ്റിപ്പറ്റി ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ പോലീസിന് നിർണായകമായ CCTV ദൃശ്യങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയാണ്. പാപ്പനംകോട് തീപിടുത്തത്തിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന്. തീപിടുത്തത്തിൽ മരിച്ച വൈഷ്ണയുടെ ഭർത്താവ് ബിനുകുമാർ ഇൻഷുറൻസ് ഓഫീസിലെത്തുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. സാഹചര്യ തെളിവുകൾ പ്രകാരം മരിച്ചത് ബിനു തന്നെയാണ് എന്നാണ് സ്ഥിരീകരണം. കൊലപാതകം നടത്തിയത് ബിനുകുമാർ ആണ് എന്ന ബലപ്പെട്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി DNA ഫലം കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. DNA സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സംഭവം നടന്ന ദിവസം സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ബിനുകുമാർ ഇൻഷുറൻസ് ഓഫീസിലേക്ക് പോയതായി സ്ഥിരീകരിച്ചിരുന്നത്. വൈഷ്ണയുമായുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. വൈഷ്ണയും ബിനുകുമാറുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി കുടുംബം പ്രതികരിച്ചിരുന്നു. വൈഷ്ണയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത്. കുടുംബ കോടതിയിൽ ഇയാൾക്കെതിരെ വൈഷ്ണ കേസ് നൽകിയിരുന്നു. ഇതിലുള്ള വിദ്വേഷമായിരിക്കാം ഇത്തരമൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് കരുതുന്നത്. ഫോറൻസിക് ഫലവും DNA ഫലവും വരുന്നതോടുകൂടി കേസിൽ വ്യക്തത വരും. അതിനിടെ ഡെപ്യൂട്ടി കളക്ടർ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ എന്തായാലും ബിനുകുമാർ തന്നെയാണ് കേസിലെ പ്രതി എന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള കഥകൾ വന്നിരുന്നുവെങ്കിലും DNA ഫലം വരാതെ ഒന്നും പറയാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ ഒരു വിശദീകരണം. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് CCTV ദൃശ്യങ്ങൾ പുറത്ത് ലഭിച്ചത്. ഇതൊരു ഇൻഷുറൻസ് കമ്പനിയാണ്. കഴിഞ്ഞ 7 വർഷമായി ഇവിടെ ഈ വൈഷ്ണ ജോലി ചെയ്ത് വരികയാണ്. അവിടെ വൈഷ്ണ മാത്രമാണ് ജോലിക്കായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത് മരിച്ചത് ആരാണ് എന്ന ചോദ്യം എല്ലാവരും ഞെട്ടലോടുകൂടിയാണ് ചോദിച്ചിരുന്നത്. കാരണം ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ആരെങ്കിലും ആണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാവുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം ഇതിന്റെ കാരണം, AC പൊട്ടിത്തെറിച്ചായിരിക്കാം ഈ തീപിടുത്തം ഉണ്ടായതെന്നൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനെല്ലാം മാറ്റിമറിക്കുന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പിന്നീട് പുറത്തു വന്നിരുന്നത്. ഇതൊരു കൊലപാതകമാണ് എന്നാണ് തെളിയിക്കുന്ന സാഹചര്യ തെളിവുകളൊക്കെ തന്നെ പുറത്തു കിട്ടിയിരുന്നു. കാരണം ആദ്യം ഈ വൈഷ്ണയുടെ മൃതശരീരത്തിനടുത്ത് നിന്നും കത്തി ലഭിച്ചതാണ് ഈ ഒരു സംഭവത്തിനൊക്കെ തന്നെ വലിയ ട്വിസ്റ്റായി മാറിയിരുന്നത്. ഈ വൈഷ്ണയെ കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം പെട്രോൾ ബോംബ് എറിഞ്ഞ് കൊന്നതാകാം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. കാരണം മണ്ണെണ്ണ ഒഴിച്ചാണ് ഇത്തരം ഒരു സംഭവം ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ആ ഒരു രീതി. അതായത് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ നമുക്ക് ആ ബോഡി കാണാൻ സാധിക്കുകയില്ല എന്നാണ് നിരീക്ഷകർ, പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പറയുന്നത്. ഇത് പെട്രോൾ ബോംബ് അല്ലെങ്കിൽ പെട്രോൾ പോലെയുള്ള അത്തരത്തിൽ മാരകമായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഈ കത്താൻ ശേഷി കൂടുതലായിട്ടുള്ള എന്തോ വസ്തു ഉപയോഗിച്ചാണ്, ദ്രാവകം ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് എന്ന നിഗമനത്തിലേക്ക് കടന്നിരുന്നു. എന്തായാലും ഇപ്പോൾ സാഹചര്യ തെളിവുകളും മറ്റ് CCTV ദൃശ്യങ്ങളും ഒക്കെ തന്നെ രണ്ടാം ഭർത്താവ് ബിനുവാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്.